പയ്യന്നൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം തന്നെ LDF അല്ലാതെ അല്ലെങ്കിൽ അരിവാൾ ചുറ്റികയിലല്ലാതെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു വന്ന ഒരു ചരിത്രമില്ല. അതാണ് ഇവിടെ തിരുത്തപ്പെട്ടിരിക്കുന്നത്. UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ വിജയിച്ചിരിക്കുന്നു. 1.5 ലക്ഷത്തോളം വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ TI മധുസൂദനൻ പയ്യന്നൂരിൽ വിജയിച്ചത്. അവിടെയാണ് 7000-ലധികം വോട്ടുകൾ നേടി ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. രാവിലെ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ നടന്നപ്പോൾ താങ്കോൽ, ആലപ്പടമ്പ്, കരുവള്ളൂർ, പെരളം ഗ്രാമപഞ്ചായത്തുകൾ TI മധുസൂദനൊപ്പം നിന്നപ്പോൾ പിന്നീട് പയ്യന്നൂർ നഗരസഭ എണ്ണി തുടങ്ങിയപ്പോഴാണ് വി കുഞ്ഞികൃഷ്ണന് ഒരു ലീഡ് ഉണ്ടാകുന്നത്. പിന്നീട് ആ ലീഡ് മുൻനിർത്തുക തന്നെ ചെയ്യുകയായിരുന്നു കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. പിന്നീട് ഒരു തിരിച്ചു പോക്ക് അല്ലെങ്കിൽ പിന്നോട്ട് പോക്ക് വി കുഞ്ഞികൃഷ്ണന് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. ആദ്യത്തെ 3 റൗണ്ടുകളും, അതായത് താങ്കോൽ, ആലപ്പടമ്പ്, കരുവള്ളൂർ, പെരളം പഞ്ചായത്തുകൾ എണ്ണി തുടങ്ങിയപ്പോൾ TI മധുസൂദനൊപ്പമായിരുന്നു ജനങ്ങൾ നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാധിച്ചിരുന്നു. അതിനുശേഷം വച്ചടി കയറ്റം എന്ന രീതിയിൽ 7000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി പയ്യന്നൂർ എന്ന് പറയുന്ന വലിയ കോട്ടയിൽ തന്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു വി കുഞ്ഞികൃഷ്ണൻ ചെയ്തത്. പ്രഗത്ഭരായ നേതാക്കന്മാർ തന്നെയാണ് പയ്യന്നൂരിൽ ഇതുവരെയും വിജയിച്ചു വന്നിരുന്നത്. സുബ്രഹ്മണ്യ ഷേണായി, AV കുഞ്ഞമ്പു, ശ്രീമതി ടീച്ചർ, പിണറായി വിജയൻ തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കന്മാർ വിജയിച്ച് കയറിയ പയ്യന്നൂരിലാണ് ഇത്തവണ UDF ഇത്രയും വലിയ ഒരു ആഹ്ലാദ പ്രകടനം നടത്തുന്നത്. കഴിഞ്ഞ തവണ TI മധുസൂദനൻ 1.5 ലക്ഷത്തോളം വോട്ടിന് ഇവിടെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചിരുന്നതെങ്കിൽ ഇന്ന് UDF-ന്റെ പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ 7000-ൽ പരം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് വലിയൊരു വിജയം തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ചുവപ്പ് കോട്ടകളിൽ വലിയ വിള്ളൽ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇത്തവണത്തെ റിസൾട്ട് ബോധ്യപ്പെടുത്തുന്നത്. അതിൽ വൻ വീഴ്ച തന്നെയാണ് പയ്യന്നൂരിൽ സംഭവിച്ചിരിക്കുന്നത്. പയ്യന്നൂർ ഒരു ഇടതു കോട്ടയാണ്. പ്രഗത്ഭരായ നേതാക്കന്മാർ വിജയിച്ച് കയറിയ ഒരു നിയോജക മണ്ഡലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ UDF-ന്റെ പിന്തുണയോടുകൂടിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പുസ്തകം അണികൾ നേതൃത്വത്തെ തിരുത്തുക എന്നായിരുന്നു. ഈ റിസൾട്ടോട് കൂടി അണികൾ നേതൃത്വത്തെ തിരുത്തിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് രാവിലെ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. അത്തരത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്ന രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വലിയ വിജയത്തോടു കൂടി ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്.